ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കേക്ക്സിലും അതുപോലെ തന്നെ ഡെസേർട്ടിലുമൊക്കെ ചേർക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ഓറഞ്ചിൻ്റെ സെസ്റ്റ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും മേടിക്കാൻ വേണ്ടി കിട്ടും. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നല്ല പഴുത്ത ഓറഞ്ചാണ് വേണ്ടത്. ഇത് ഞാനിവിടെ 1 കിലോളം എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട വെള്ളത്തിൽ നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം. കാരണം ഇതിൻ്റെ തൊലി നമ്മൾ ഉപയോഗിക്കേണ്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ വിഷാംശം മുഴുവൻ പോകുന്ന രീതിയിൽ കുറച്ച് ഉപ്പും മഞ്ഞളും നല്ലതുപോലെ ഇട്ട വെള്ളത്തിൽ കുറച്ച് സമയം ഈ ഓറഞ്ച് ഇട്ട് വെക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് ഇതുപോലെ നമുക്കത് ഇതിൻ്റെ തൊലി മുഴുവൻ പൊളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഓറഞ്ചിൽ നിന്നും തൊലി മുഴുവൻ ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഇതിലുള്ള നാരുകളും മുഴുവൻ നമുക്ക് കളഞ്ഞെടുക്കാം. അങ്ങനെ ഈ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ചും ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓറഞ്ചിൻ്റെ തൊലി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നെകക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോഴിത് നല്ലതുപോലെ തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഓറഞ്ചിൻ്റെ കളറൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി ഓറഞ്ചിൻ്റെ തൊലി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോഴിതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലി നല്ലതുപോലെ തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിപ്പയിലേക്ക് ഊറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കുറേ വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഈ ഓറഞ്ച് തൊലി വിളയിച്ചെടുക്കുമ്പോൾ അതിൽ ഒട്ടും തന്നെ കയ്പ്പ് ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓറഞ്ച് നല്ലതുപോലെ 2-3 പ്രാവശ്യം വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുന്നത്. ഇപ്പോഴിത് നല്ലതുപോലെ ഇത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകിയെടുക്കാം. ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം പച്ചവെള്ളത്തിലും കൂടെ കഴുകി നല്ലതുപോലെ തന്നെ കൈപ്രസമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇത് കുറേശ്ശെയായിട്ടിട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഈ ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞ് പേസ്റ്റായി പോവേണ്ട. ഇതുപോലെ നല്ല തരിയോട് കൂടി വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ. അങ്ങനെ മുഴുവനും നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ ഓറഞ്ചിൻ്റെ തൊലി മുഴുവൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒരുപാട് പേസ്റ്റായി പോകാതെയാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി എങ്ങനെയാണ് വിളയിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലി ക്രഷ് ചെയ്തത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനൊരു 2-3 ഓറഞ്ച് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് എടുത്തതാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തതല്ല, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കിത് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്കിനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇത് ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴിത് അത്യാവശ്യം ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് നല്ലൊരു കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിൽ നിന്നും നമുക്ക് ജലത്തിൻ്റെ അംശം മുഴുവൻ പോകുന്നത് വരെ ഇതുപോലെയൊന്ന് ഇളക്കിയെടുത്ത് നല്ലതുപോലെയൊന്ന് വരട്ടിയെടുക്കണം. നമ്മളുടെ ഈ ഓറഞ്ചിൻ്റെ തൊലി പഞ്ചസാരയിലൊക്കെ കിടന്ന് നല്ലതുപോലെ തന്നെ വിളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇതിലൊട്ടും തന്നെ ജലാംശമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫാക്കി തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ നല്ല അടപ്പ് മുറുക്കമുള്ളൊരു ഗ്ലാസ് ബൗളിലോ മറ്റോ ഇട്ട് വെച്ചാൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ കേക്കൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതും കൂടി അതിൽ ചേർക്കുകയാണെങ്കിൽ ആ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഓറഞ്ച് കിട്ടുന്ന സമയത്ത് ഇതുപോലെ തന്നെ തയ്യാറാക്കി വെച്ചാൽ നമുക്കിത് കുറേ കാലം സൂക്ഷിച്ച് വെക്കാം. ഇത് കേക്ക്സിലോ അതുപോലെ തന്നെ പുഡിങ്സിലോ ഡെസേർട്ടിലോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കേക്ക്സ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി കൂടി ഒന്ന് വിളയിച്ച് ചേർത്ത് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആ കേക്കിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക്